പക്ഷെ ഞങ്ങളുടെ ചോദ്യം, വീട്ടിൽ കയറി വന്ന് ഈ പോക്രിത്തരം കാണിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഇവിടെ ഉണ്ടായത്? അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലീസിന് അത് എങ്ങനെയോ ആവുമായിരുന്നല്ലോ. ഇനി മാത്രമല്ല, അറസ്റ്റ് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണെങ്കിൽ അവിടെ നോട്ടീസ് അയച്ച് വിളിച്ചാൽ വരാത്ത ആളൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങളൊരു കള്ള കേസ് ഉണ്ടാക്കിയിട്ട് അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചല്ലോ. അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയോ? പോയില്ലല്ലോ. അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയല്ലല്ലോ. ഷോർട്ട് നോട്ടീസിൽ വിളിപ്പിച്ചിട്ട് പോലും അയാൾ 24 മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർ പിന്നെ വിവരശേഖരണത്തിന് അവർ വിളിപ്പിച്ചപ്പോൾ ചെന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ പോലീസ് വീട്ടിലേക്ക് ആളെ അയച്ച് വാതിലും ജനലും തട്ടി ബെഡ്റൂമിൻ്റെ വാതിൽ കൊട്ടി അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന നാടകമൊക്കെ നടത്തേണ്ടി വരുന്നത് പിണറായി വിജയൻ്റെ അസ്വസ്ഥത കൊണ്ടാണ്. നവഗുണ്ട സദസ്സ് പൊളിഞ്ഞതിൻ്റെ ചൊറിച്ചിൽ കൊണ്ടാണ് പിണറായി വിജയൻ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തത്. നമസ്കാരം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂരിലെ വസതിയിലെത്തി ഇന്ന് വെളുപ്പിന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്നുണ്ടായ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് അതിനെതിരെ ഉണ്ടായ നടപടിക്രമങ്ങളിൽ ആണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. രാഹുലിന്റെ അടൂരിലുള്ള വീട്ടിൽ വെളുപ്പിന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. രാഹുലിനെ കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലം യുവജനോത്സവം നടക്കുന്ന സ്കൂൾ യുവജനോത്സവം നടക്കുന്ന കലാവേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവിടെയൊന്നും പോലീസിന് എത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ എന്തുകൊണ്ടാണ് വെളുപ്പിന് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ രാഹുലിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ MLA വ്യക്തമാക്കുന്നത്. നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസും നടത്തിയ പ്രതിഷേധത്തിൽ പിണറായി വിജയൻ കട്ടക്കലിപ്പിൽ തന്നെയായിരുന്നു. അന്ന് പിണറായി വിജയനെ നവകേരള സദസ്സിനിടയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFIക്കാരെയും CPM ഗുണ്ടകളെയും അണിനിരത്തിക്കൊണ്ട് അടിച്ചൊതുക്കുവാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. കൂടാതെ പോലീസിനെയും പിണറായി വിജയൻ രംഗത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിലുപരിയായി പിണറായി വിജയന്റെ അംഗരക്ഷകരായ പലരും കുറുവടിയുമേന്തി യൂത്ത് കോൺഗ്രസ്കാരെ കരിങ്കൊടി കാണിച്ച് സമാധാനപരമായി കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്കാരെ തല്ലി ഒതുക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വരെ കുറുവടിയുമായി റോട്ടിലിറങ്ങുന്ന കാഴ്ച ജനം കണ്ടതാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇത്തരം കാഴ്ചകൾ മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാവരും കണ്ടു. മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ അത്തരം രംഗങ്ങളൊന്നും കണ്ടിട്ടില്ല, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊഴിഞ്ഞത്. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ രംഗങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാൻ, ഞങ്ങളുടെ പക്കൽ ആ ദൃശ്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ അവരവരുടെ ഫോണിൽ നിന്നും ആ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയെ കാണിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വളരെ ക്രുദ്ധനായി മാധ്യമ സമ്മേളനത്തിൽ നിന്നും എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാം. മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് നടു റോട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച് സമാധാനപരമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM ഗുണ്ടകളും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും തല്ലിച്ചതച്ചത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അന്ന് കഴിഞ്ഞ ആ സംഭവത്തിന്റെ കലിപ്പ് മുഖ്യമന്ത്രിയിൽ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്ന് വേണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും വെളുപ്പിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. ഞങ്ങളാരും ഇവിടെ ഭീകര കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല, രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടില്ല, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടില്ല, ഒരു തരത്തിലും ഞങ്ങൾ ആരും അഴിമതി നടത്തിയിട്ടില്ല, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പിണറായി വിജയന്റെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന്റെ അർത്ഥം എന്താണെന്ന് പിടികിട്ടുന്നില്ല. ഇത് ക്രമസമാധാനത്തിന്റെ തകർച്ച തന്നെയാണ്. പോലീസിനെ നയിക്കുന്ന പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശി എന്ന് പറയുന്ന ആളുടെ കുതന്ത്രങ്ങളാണ്, പിണറായി വിജയന്റെ അഹങ്കാരം തന്നെയാണ്. ഈ ധാർഷ്ട്യവും അഹങ്കാരവും ഞങ്ങൾ വെച്ചു പൊറിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ MLA വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതൊരു നേതാവിനെയും സമാധാനപരമായി കരിങ്കൊടി കാണിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഭരണഘടന ഓരോ പൗരനും അനുവദിച്ചിട്ടുള്ളത് തന്നെയാണ്. സമാധാനപരമായി കരിങ്കൊടി പ്രതിഷേധം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ പൗരനും നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്കാർ നടത്തിയത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അത്തരം സമരമുറകളൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ ഭരണപക്ഷത്തല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിങ്കൊടി സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതും മറ്റുള്ള ആളുകളെ അക്രമത്തിലേക്ക് നയിച്ചിട്ടുള്ള സംഭവ പരമ്പരകൾ നടത്തിയിട്ടുള്ളതും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായ ഈ DYFIക്കാരും CPM ഗുണ്ടകളും തന്നെയാണ് എന്നാണ് ഷാഫി പറമ്പിൽ MLA പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഇത്തരം അക്രമങ്ങൾ കൈയും കെട്ടി ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ പറയുന്നത്. ഇത് തീർത്തും നിരുത്തരവാദിത്തപരമായ ഒരു
പൊതുജന സംഘടനയുടെ ഒരു പൊതുപ്രവർത്തകനെ വീട്ടിലെത്തി രാജ്യദ്രോഹ കുറ്റങ്ങളൊന്നും തന്നെ ചെയ്യാത്ത, അയാളുടെ പേരിൽ ഒരു തരത്തിലും രാജ്യദ്രോഹ കുറ്റമോ ഭീകരവാദ കുറ്റമോ ഒന്നും തന്നെയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരു നോട്ടീസ് അയച്ചാൽ പോലും പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുന്ന ഒരാളെ ഇതുപോലെ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യേണ്ടതിന്റെ ഒരു സാധ്യത എന്താണ് എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ MLA ചോദിക്കുന്നത്. ഇത് പിണറായി വിജയന്റെ ധാർഷ്ട്യം തന്നെയാണ്. ഭരണവും പോലീസും കയ്യിലുണ്ടെന്ന് കരുതി എന്ത് തെമ്മാടിത്തരവും ചെയ്യാം എന്നാണ് പിണറായി വിജയന്റെ വിശ്വാസമെങ്കിൽ, അതാണ് വിചാരമെങ്കിൽ, അതിനെ തിരുത്തി കുറിക്കുന്ന സമരമുറകളുമായി ഇനിയും യൂത്ത് കോൺഗ്രസും മുൻനിരയിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ MLA ഇപ്പോൾ പറയുന്നത്. ഈ അക്രമത്തെ ഒരു തരത്തിലും വെച്ചു പൊറിപ്പിക്കാൻ സാധിക്കില്ല. ഇത് പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ്. പിണറായി വിജയന്റെ നവകേരള സദസ്സ് കലങ്ങിപ്പോയി. അത് ഒരു കാരണവശാലും പ്രതീക്ഷിച്ച അത്ര രീതിയിൽ ജനസമ്മതി നേടാൻ സാധിച്ചില്ല എന്ന് തന്നെയല്ല, ജനങ്ങളുടെ ഇടയിൽ അതിന് അപഹാസ്യകരമായ ഒരു പര്യവസാനം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കലിപ്പ് തീർക്കുവാൻ വേണ്ടി തന്നെയാണ് നവകേരള സദസ്സിനെതിരെ കരിങ്കൊടിയുമായി ഇറങ്ങിത്തിരിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും സംഘടനയെ നിരാശപ്പെടുത്താമെന്നോ തളർത്താമെന്നോ പിണറായി വിജയന്റെ പോലീസോ ആഭ്യന്തര വകുപ്പോ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര മാത്രമാണ്, വ്യാമോഹം മാത്രമാണ് എന്നാണ് ഷാഫി പറമ്പിൽ MLA ഇപ്പോൾ വളരെ ശക്തിയുക്തം ആഞ്ഞടിക്കുന്നത്. നമുക്ക് ഷാഫി പറമ്പിൽ MLAയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ ഈ വീട് വളഞ്ഞുള്ള അറസ്റ്റ് പോലീസിൻ്റെ ബോധപൂർവമായ പ്രകോപനമാണ്. പിണറായി വിജയൻ്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് വ്യക്തമാണ്. അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ ചെന്ന പോലീസ് തന്നെ രാഹുലിൻ്റെ അമ്മയോട് ഉൾപ്പെടെ പറയുന്നുണ്ട്, മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത്. അപ്പോൾ കൃത്യമായി മുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന് പറയുമ്പോൾ നവഗുണ്ട സദസ്സിനെതിരായി യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അസ്വസ്ഥത പിണറായി വിജയൻ ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട്. അത് മാറാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിൽ രാവിലെ വീട് വളയുക, എന്നിട്ട് വീടിൻ്റെ ജനലിലും വാതിലിലും കൊട്ടുക, എന്നിട്ട് വാതിൽ പിന്നെ അമ്മ തുറക്കുമ്പോൾ പോലീസുകാർ വീടിനകത്തേക്ക് കയറുക. രാഹുൽ എവിടെയെന്ന് ചോദിച്ചാൽ ബെഡ്റൂമിലാണെന്ന് പറയുക. ബെഡ്റൂമിൻ്റെ വാതിൽ പോലീസുകാരനാണ് വീട്ടിൻ്റെ ഉള്ളിൽ പോയി നോക്ക് ചെയ്ത്. അയാൾ കൊലപാതക കേസിലെ പ്രതിയല്ല, അയാൾ തീവ്രവാദിയല്ല, അയാൾ ഒരു തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റവും നടത്തിയവനല്ല. അവിടെ വീടിൻ്റെ അകത്ത് എന്ന് ബെഡ്റൂം നോക്ക് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു അടിയന്തര സാഹചര്യവും നാട്ടിൽ നിലവിലില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അയാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടതാണ്, പരസ്യമായി കലോത്സവ വേദിയിൽ മാധ്യമങ്ങളെ കണ്ട്, ജനങ്ങളെ കണ്ട്, വിദ്യാർത്ഥികളെ കണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്യൽ മാത്രമാണ് അജണ്ടയെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകർ 18-ലധികം ദിവസമായിട്ട് അവർ ജയിലിലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഉണ്ട്. രാഹുൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തുണ്ട്. രാഹുൽ ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊന്നും അറസ്റ്റ് ചെയ്യാതെ വീട്ടിലേക്ക്, അമ്മയും സഹോദരി അടക്കമുള്ള വീട്ടിലേക്ക് ഈ പുലർച്ചെ ഇരച്ചു കയറി ബെഡ്റൂമിൻ്റെ വാതിൽ കൊട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ മാത്രം എന്തു കുറ്റമാണ് രാഹുൽ ചെയ്തത് എന്നുള്ളത് പിണറായി വിജയൻ വ്യക്തമാക്കണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെയും ഭയപ്പെടുന്നില്ല, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞയച്ച പിണറായി വിജയനെയും ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ആർഷോ മോഡൽ പോലീസിൻ്റെ ഓമനിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയവരല്ല, പോലീസിൻ്റെ താലോലിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയവരല്ല. വാ മോനെ ആർഷോ എന്ന് വിളിക്കുന്ന പോലീസിൻ്റെ ആ മുഖം ഞങ്ങൾക്ക് കാണാൻ വേണ്ട, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല. കരയിലെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ താലോലിക്കുന്നതൊക്കെ SFI പെൺകുട്ടികളെ താലോലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റും അതിൻ്റെ നടപടികളൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ചോദ്യം, വീട്ടിൽ കയറി വന്ന് ഈ പോക്രിത്തരം കാണിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഇവിടെ ഉണ്ടായത്? അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലീസിന് അത് എങ്ങനെയോ ആവുമായിരുന്നല്ലോ. ഇനി മാത്രമല്ല, അറസ്റ്റ് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണെങ്കിൽ അവിടെ നോട്ടീസ് അയച്ച് വിളിച്ചാൽ വരാത്ത ആളൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങളൊരു കള്ള കേസ് ഉണ്ടാക്കിയിട്ട് അയാൾ ചോദ്യം ചെയ്യാൻ വിളിച്ചല്ലോ. അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയില്ലല്ലോ. അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയല്ലല്ലോ. ഷോർട്ട് നോട്ടീസിൽ വിളിപ്പിച്ചിട്ട് പോലും അയാൾ 24 മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർ പിന്നെ വിവരശേഖരണത്തിന് അവർ വിളിപ്പിച്ചപ്പോൾ ചെന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ പോലീസ് വീട്ടിലേക്ക് ആളെ അയച്ച് വാതിലും ജനലും തട്ടി ബെഡ്റൂമിൻ്റെ വാതിൽ കൊട്ടി അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന നാടകമൊക്കെ നടത്തേണ്ടി വരുന്നത് പിണറായി വിജയൻ്റെ അസ്വസ്ഥത കൊണ്ടാണ്. നവഗുണ്ട സദസ്സ് പൊളിഞ്ഞതിൻ്റെ ചൊറിച്ചിൽ കൊണ്ടാണ് പിണറായി വിജയൻ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തത്. പോലീസ് തന്നെ പറയുന്നു മേലെന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി ജനാധിപത്യപരമായി ഇതിനെ നേരിടും. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുമായി സംസാരിച്ചു. അവർ തീരുമാനിക്കുന്നത് 14 ജില്ലകളിലും
14 ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്ന് കാലത്ത് തന്നെ പ്രതിഷേധം ആരംഭിക്കും. ഈ അറസ്റ്റ് നാടകം, ഈ വീട് വളഞ്ഞു വെച്ച് കാണിച്ച ഈ പോക്കൃത്തരം അതൊരിക്കലും അംഗീകരിക്കുകയില്ല.